രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ നടത്തുന്നത് അവന്തിക. ആദ്യം ശ്രദ്ധിക്കും നമ്മളെ ക്യാമ്പിന് പേരെന്താ? ക്യാമ്പിന് പേരെന്താ? എന്താ പറയാ ക്യാമ്പിനെ എന്താ പറയാ നിങ്ങൾക്ക്? എന്താ ഈ ക്യാമ്പിനോട് ഉദ്ദേശിക്കുന്നത്? എന്താ ഏട്ടിയ ക്യാമ്പിനോട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ക്യാമ്പിനോട് എന്താ ഉദ്ദേശിക്കുക? അതാ രണ്ടു വർഷം ഓറിയന്റേഷൻ ക്യാമ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ എക്സ്ട്രോവേർട്ട് ഓക്കെ സോഷ്യലൈസ് ചെയ്യാം. ജി ഇൻട്രോവേർട്ട് ആകുക. നീ ഇൻട്രോവേർട്ട് ആകുക. നമ്മൾ വയനാട്ടിൽ വേണ്ടിയിട്ട് കൈത്താങ്ങാണ്. അപ്പോൾ SGC കോളേജ് വയനാട്ടിൽ വേണ്ടി കൈത്താങ്ങുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ എപ്പോഴായിരുന്നേ? പൈസ ഇപ്പൊ തന്നെ അറിഞ്ഞു. ഓ 500 രൂപ കെട്ടണക്കിനാണല്ലോ. നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ സീനിയേഴ്സാണ്. ഫുഡ് ബിട്ടു എന്താ നമ്മളെ ഫുഡ്? അത് കേട്ടൻ പറയും. സാമ്പാർ പിന്നെ അത് തോരനുണ്ട്. പിന്നെ ആരാ ചോറ് വെക്കണ? ആരാ കടകളിൽ പോകാം. അടുക്കളയിൽ നിന്ന് നമ്മൾ കാണുന്ന ആയി കുന്നത്തെ പോസ് കഴിഞ്ഞോ? ഇനി വ്ളോഗാ. കട്ടൻ ചായ കാച്ചിതാ. ഹന്നന്റെ സ്പെഷ്യലാണ് ഏലക്കായ് ചായ. എന്നല്ലേ അതറിയതോ? യെസ്. ഞങ്ങൾ തമ്മിൽ 2 വർഷത്തെ കൊടുത്തു. ഇനി ഞാൻ പറയുന്ന മാർക്ക് താഴേക്ക് എഴുതണം. എന്നിട്ട് അവസാനം കൂട്ടി നോക്കണം. അവരുടെ കഴിവുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തരെയും എത്ര മാർക്ക്? പിന്നെ ഒന്ന് നോക്കുന്നു. അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിച്ചിട്ടു. ഫിദന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമ്മൾ സർപ്രൈസ് കേക്ക് കൊടുക്കാൻ പോവാണ് പോലെ. ലഞ്ച് രാത്രി ഡിന്നർ കഴിക്കാൻ പോവാട്ടോ. നമ്മളെ പേടിപ്പിക്കാൻ പോവല്ലേ? സെറ്റല്ലേ? നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ക്ലീനിങ് ആരാണ്? നമ്മളെന്നെ സേവിക്കാണ്. ക്ലീനിങ് കഴിഞ്ഞോ ഗോപിക? അണ്ടാവോ?
ക്ലീനിങ് കഴിഞ്ഞോ? എവിടെയാണ് മിസ് ചെയ്തത്? മിസ് അടിച്ച പറഞ്ഞില്ല മിസ്. ഡോക്ടറേറ്റിന്റെ ഒരു ഇതും ഇല്ല മിസ്സിനകത്ത്, അഹങ്കാരവും ഇല്ല. ആ മിസ്സിലെ എളിമയും ഒക്കെ മുഖത്ത് നോക്കും. മിസ് അങ്ങോട്ട് നോക്കി. നമ്മളെ ക്യാമ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാശ്. ജ്ഞാപകത്തിനെ കുറിച്ച് എന്താ പറയുക? കുറേ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ക്യാമ്പായിരുന്നു. ഒന്നും പറയാനില്ല ക്യാമ്പിനെ പറ്റി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോയ ക്യാമ്പായതുകൊണ്ട് പറയല്ല. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു 24 hours ആയിരുന്നു ആ ഒരു ക്യാമ്പ് പറയുന്നത്. ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ്. എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഉള്ള ആൾക്കാരല്ലേ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ ഇടയിലും ഒരു ബാരിയർ ഉണ്ടായിരുന്നു, അതില്ലാണ്ടായി. നമ്മുടെ NSSൻ്റെ ഫസ്റ്റ് ക്യാമ്പായിരുന്നു. പക്ഷെ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായി. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറേ ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ക്യാമ്പ് ഫയർ ആയാലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, വൈകുന്നേരം കൈലാസം പോയി ചായ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു അടിപൊളി ക്യാമ്പ് തന്നെയായിരുന്നു നമ്മളത്. അവസാനം ആ ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ട് വെച്ചപ്പോൾ ആടെ ഇരുന്ന് എല്ലാവരുടെ കണ്ണും നിറഞ്ഞിരുന്നു.